ഭർത്താവ് മരിച്ചതോടെ ജീവിതം മുഴുവൻ മാറിപ്പോയ സൈനബ. രണ്ട് ചെറിയ ആൺകുട്ടികൾ, മൂത്ത മകൻ മുനീറും ഇളയവൻ മുജീബും. അവളുടെ കണ്ണിലെ പൊന്നായിരുന്നു കുട്ടികൾ. ഒരു നിമിഷം പോലും അവരെ വിട്ട് ചിന്തിക്കുവാൻ പോലും അവൾക്ക് കഴിയുകയില്ലായിരുന്നു. ചെറിയൊരു വാടക വീട്ടിലായിരുന്നു താമസം. മഴ പെയ്താൽ മേൽക്കൂര ചോർന്നൊളിക്കും. എങ്കിലും സൈനബയ്ക്ക് അതൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു. കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് മാത്രമാണ് അവളുടെ ആശ്വാസം. പകലും രാത്രിയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. വീട്ടുവേല, പാത്രം കഴുകൽ, വൃത്തിയാക്കൽ, എന്ത് ജോലി കിട്ടിയാലും ചെയ്തു. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുവാൻ പോലും സമയം കിട്ടാതിരുന്നുവെങ്കിലും കുട്ടികൾക്ക് ഒരു കുറവും വരുത്തിയിരുന്നില്ല. മുനീറും മുജീബും വളരുകയായിരുന്നു. സ്കൂളിൽ പോകുവാൻ തുടങ്ങി. അവർക്കായി നല്ല വസ്ത്രങ്ങൾ വാങ്ങുവാനും പുസ്തകങ്ങൾ ഒരുക്കുവാനും സൈനബ പണിപ്പെട്ടു. എൻ്റെ മക്കൾ ഞാൻ അനുഭവിച്ച ഒരു കഷ്ടപ്പാടും ഒരിക്കലും അനുഭവിക്കരുത് എന്നായിരുന്നു സൈനബയുടെ മനസ്സിൽ. കാലം മുന്നോട്ട് നീങ്ങി. കുട്ടികളെല്ലാം വളർന്നു വലുതായി. മുനീർ വിദേശത്ത് ജോലി തേടിപ്പോയി. ആദ്യമായാണ് വീട്ടിൽ നിന്ന് അകന്നു പോകുന്നത്. സൈനബയുടെ മനസ്സ് ഭാരം പിടിച്ചു. ഇളയ മകൻ മുജീബ് ഉമ്മയ്ക്ക് കൂട്ടായി വീട്ടിൽ തന്നെ നിന്നു. മുനീർ ഗൾഫിൽ നിന്ന് അയക്കുന്ന പണവും മുജീബ് ചെയ്യുന്ന ജോലിയും ഒക്കെ ചേർന്ന് അവരുടെ ജീവിതം മാറി തുടങ്ങി. കുറച്ചു കാലത്തിനകം അവർ വലിയൊരു വീട് പണിതു. ആ വീടിന്റെ ഓരോ കല്ലിലും സൈനബയുടെ കഷ്ടപ്പാടിന്റെ കഥയുണ്ടായിരുന്നു. പുതിയ വീട്ടിലേക്ക് മാറിയ ദിവസം സൈനബയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എൻ്റെ മക്കൾ ഇത്രയും വലിയവരായി അവൾ അഭിമാനത്തോട് ചിന്തിച്ചു. എല്ലാം സുഖമായിരുന്നുവെങ്കിലും സൈനബയുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു പ്രാർത്ഥന ബാക്കിയുണ്ടായിരുന്നു. മുനീറിന്റെ വിവാഹം. എൻ്റെ മകന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടണം. ഈ വീട്ടിൽ സന്തോഷം നിറയണം. ഇതാണ് ഇപ്പോൾ സൈനബയുടെ മനസ്സിലെ ഒരേയൊരു പ്രാർത്ഥന. ഒരു ദിവസം ബ്രോക്കർ വീട്ടിലെത്തി കുറെ പെൺകുട്ടികളുടെ ഫോട്ടോകൾ കാണിച്ചു. അതിൽ ഒരു പെൺകുട്ടിയെ സൈനബ മുനീറിന് വേണ്ടി തെരഞ്ഞെടുത്തു. ഈ പെൺകുട്ടിയെ എന്തായാലും എൻ്റെ മുനീറിന് ഇഷ്ടമാകുമെന്ന് സൈനബ മനസ്സിൽ പറഞ്ഞു. സൈനബ തെരഞ്ഞെടുത്ത ആ ഫോട്ടോ ഇനി അവരുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമായി മാറുവാൻ പോകുകയായിരുന്നു. ഏറെ താമസിക്കാതെ മുനീർ വിദേശത്ത് നിന്ന് നാട്ടിലെത്തി. വർഷങ്ങൾക്ക് ശേഷം മകനെ കണ്ടപ്പോൾ സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ വിവാഹ കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം സൈനബയും മുജീബും മുനീറും കൂടി പെൺകുട്ടിയെ കാണുവാൻ പോയി. പെൺകുട്ടിയുടെ പേര് ലൈല. വീട് വളരെ സാധാരണമായിരുന്നു. പക്ഷേ അകത്തൊരു ശാന്തവും സൗമ്യതയും നിറഞ്ഞിരുന്നു. ലൈല മൃദുവായി ചായയും കൊണ്ട് നടന്നു വന്നു. ലളിതവേഷം തല താഴ്ത്തി, നാണം കണ്ണുകളിൽ. സൈനബയും മുനീറും മുജീബും അവളെ ഒരു നിമിഷം നോക്കി. മുനീർ ലൈലയെ കണ്ടപ്പോൾ മനസ്സിൽ ഒരാശ്വാസം തോന്നി. അവളുടെ സംസാരവും പെരുമാറ്റവും എല്ലാം അവനെ ആകർഷിച്ചു. കുറച്ച് സംസാരങ്ങൾക്ക് ശേഷം ഇരുവരും സമ്മതിച്ചു. ഇനി താമസിക്കേണ്ടതില്ല എന്ന് സൈനബ ഉറപ്പിച്ചു. വിവാഹോരുക്കങ്ങൾ വേഗത്തിൽ തുടങ്ങി. വീട് വീണ്ടും ആഘോഷത്തിന്റെ നിറവിലായി. ചിരിയും കളിയും തിരക്കവും സന്തോഷവും എല്ലാം ചേർന്ന് അവസാനം ആ സന്തോഷകരമായ ദിവസമെത്തി. നിക്കാഹ് വളരെ ലളിതമായെങ്കിലും ഹൃദയസ്പർശമായ ചടങ്ങായിരുന്നു. പ്രാർത്ഥനകളും ആശംസകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ മുനീർ ലൈലയുടെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിക്കാഹ് കഴിഞ്ഞപ്പോൾ സൈനബയുടെ കണ്ണുകളിൽ കണ്ണുനീർ തുളുമ്പി. പക്ഷേ അത് ദുഃഖത്തിൻ്റെയായിരുന്നില്ല, പൂർണ്ണ സന്തോഷത്തിന്റെ കണ്ണുനീർ. ഇനി എൻ്റെ കുടുംബം പൂർണ്ണമായി, അവൾ നന്ദിയോടെ പ്രാർത്ഥിച്ചു. ലൈല വീട്ടിലേക്ക് അങ്ങനെ വലത്തുകാൽ വെച്ച് വന്നു. ആ വലിയ വീട് ഇനി മുതൽ സജീവമായി. പുതിയ ശബ്ദങ്ങൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ സന്തോഷങ്ങൾ എല്ലാം കൂടി അവിടെ നിറഞ്ഞു നിന്നു. ലൈല വീട്ടിലെത്തിയതോടെ സൈനബയ്ക്ക് ഒരു വലിയ ആശ്വാസം ലഭിച്ചു. അടുക്കളയിൽ ഒറ്റയ്ക്ക് പണിപ്പെടേണ്ടി വന്നിരുന്ന ദിവസങ്ങൾ മാറിത്തുടങ്ങി സൈനബയുടെ. ഇപ്പോൾ ലൈല എല്ലായ്പ്പോഴും സൈനബയുടെ കൂടെയുണ്ട്. ഉമ്മ, നിങ്ങളിരിക്കൂ, ഞാൻ ചെയ്യൂ എന്ന് ലൈല എപ്പോഴും സൈനബയോട് പറയും. ലൈല ഒരിക്കലും ഒരു മരുമകളായി സൈനബ കണ്ടിട്ടില്ല. ഒരു മകളെ പോലെ തന്നെയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. വീട് സന്തോഷത്തിൽ നിറഞ്ഞു. അതേസമയം മുനീറിന് വീണ്ടും വിദേശത്തേക്ക് പോകേണ്ട സമയമായി. ഇത്തവണ മുനീർ ഒറ്റയ്ക്കല്ല പോകുന്നത്, ലൈലയും ഉണ്ട് കൂടെ. ലൈലയും മുനീറും അങ്ങനെ വിദേശത്തേക്ക് പോയി. വീട് വീണ്ടും നിശബ്ദത വന്നു. വിദേശത്തെത്തിയ ലൈല പക്ഷേ ഒരു ദിവസം പോലും സൈനബയെ മറന്നില്ല. പ്രതിദിനം ഫോൺ വിളിച്ചു. ഉമ്മ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഉമ്മ, മരുന്ന് കഴിച്ചോ? ഈ ചെറിയ ചെറിയ ചോദ്യങ്ങൾ പോലും സൈനബയുടെ ഹൃദയം നിറയ്ക്കും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ സൈനബയുടെ ഹൃദയത്തിൽ ഒരേയൊരു ആഗ്രഹം മാത്രം, ഒരു പേരക്കുട്ടി. ഓരോ നമസ്കാരത്തിൻ്റെയും അവസാനത്തിൽ അവളുടെ പ്രാർത്ഥന ഇതായിരുന്നു: എനിക്കൊരു പേരക്കുട്ടിയെ കാണണം എന്ന് മാത്രം. പക്ഷേ നാട്ടുകാരും ബന്ധുക്കളും എപ്പോഴും സൈനബയോട് ചോദിക്കും, ഇതുവരെ മരുമോൾക്ക് വിശേഷമൊന്നുമായില്ലേ? ഈ ചോദ്യങ്ങൾ ഓരോ തവണ കേൾക്കുമ്പോഴും സൈനബയുടെ മനസ്സ് വേദനിച്ചു. ഒരു ദിവസം സൈനബ ഇതെല്ലാം ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ ലൈലയോട് പറഞ്ഞു. മോളെ, എനിക്കൊരു പേരക്കുട്ടിയെ കാണണം. സൈനബയുടെ ശബ്ദത്തിൽ ഒരു അപേക്ഷയും ഒരു വേദനയും ഉണ്ടായിരുന്നു. ലൈലയും മുനീറും തമ്മിൽ നോക്കി. അവർക്കും ഈ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പറയാതെ ഉള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു. അവർ വിദേശത്തെ ഒരു ഡോക്ടറെ കണ്ടു. പരിശോധനകൾ നടത്തി. ഡോക്ടർ ചില മരുന്നുകൾ നൽകി. കുറച്ച് സമയമെടുക്കും, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. മാസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. പ്രതീക്ഷയും ഭയവും തമ്മിൽ അവർ ജീവിച്ചു. ഓരോ മാസവും ഒരു പുതിയ പ്രതീക്ഷ, പിന്നീട് നിശബ്ദത, നിരാശ. മാസങ്ങളോളം കാത്തിരിപ്പും പ്രതീക്ഷയും തമ്മിൽ ജീവിച്ച ശേഷം അവർ ഒരു തീരുമാനത്തിലെത്തി. നമുക്ക് നാട്ടിൽ പോകാം, നല്ലൊരു ചികിത്സ നോക്കാം, മുനീർ ലൈലയോട് പറഞ്ഞു. അങ്ങനെ മുനീർ ലൈലയും ഏറെ വൈകാതെ നാട്ടിലെത്തി. സൈനബയ്ക്ക് അത് വലിയ സന്തോഷമായിരുന്നു. സൈനബയുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ കൂടി വളർന്നു. ഇനിയെല്ലാം ശരിയാകും.
അങ്ങനെ അവർ പ്രശസ്തനായ ഒരു ഡോക്ടറെ കണ്ടു. വിവിധ പരിശോധനകൾ നടത്തി. രക്തപരിശോധന, സ്കാനിങ്, മറ്റ് എല്ലാ പരിശോധനകളും. ദിവസങ്ങൾ കടന്നുപോയി. റിപ്പോർട്ട് വാങ്ങുവാൻ മുനീർ തന്നെയാണ് ആ ഡോക്ടറെ അടുത്തേക്ക് പോയത്. ഡോക്ടർ ഒരു നിമിഷം മുനീറിനെ നോക്കി പറഞ്ഞു, ലൈലയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആ ഒരു നിമിഷം മുനീറിന് ഹൃദയം നിൽക്കുന്നത് പോലെ തോന്നി. ഡോക്ടർ പിന്നെയും തുടർന്നു, മുനീറിന് കുട്ടികളുണ്ടാകുവാൻ സാധ്യത കുറവാണ്. ആ വാക്കുകൾ മുനീറിൻ്റെ ഉള്ളം തകർത്ത് കളഞ്ഞു. ലോകം മുഴുവൻ ശൂന്യമായി തോന്നി. അവൻ്റെ ചിന്തകൾ എല്ലാം ഒറ്റ നിമിഷം തകർന്നു. എനിക്ക് ഒരു ഉപ്പയാകുവാൻ കഴിയില്ലേ? ഡോക്ടറോട് അവൻ നിറകണ്ണുകളോടെ ചോദിച്ചു. ഡോക്ടർ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, അത് ചാൻസ് കുറവാണ്. മുനീർ വിഷമിച്ചുകൊണ്ട് തന്നെ വീട്ടിലെത്തി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ലൈല പ്രതീക്ഷയോട് ചോദിച്ചു, എന്തു പറഞ്ഞു ഡോക്ടർ? സൈനബയുടെ കണ്ണുകൾ അതേ ചോദ്യമുണ്ടായിരുന്നു. ഒരു നിമിഷം മുനീർ അവരെ നോക്കി. അവരുടെ മുഖത്ത് നിറഞ്ഞിരുന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ തകർക്കുവാൻ അവന് കഴിഞ്ഞില്ല. ഒന്നും വലിയ പ്രശ്നമില്ല, കുറച്ച് മരുന്നെടുത്താൽ മതി, അവൻ പുഞ്ചിരിച്ചു പറഞ്ഞു. ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒരു തകർന്ന ഹൃദയമുണ്ടായിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ മുജീബ് ഒറ്റയ്ക്കിരുന്നു. കണ്ണുകളിൽ നിശബ്ദത, കണ്ണുനീർ, ഉമ്മയുടെ ആഗ്രഹം, ലൈലയുടെ സ്വപ്നം, എൻ്റെ ജീവിതം, എല്ലാം ഒരു നിമിഷം അവൻ വിഷമിച്ച് കരയുവാൻ തുടങ്ങി. അങ്ങനെ അവനൊരു തീരുമാനത്തിലെത്തി. ഈ സത്യം ഒരിക്കലും അവരോട് പറയുവാൻ പാടില്ല, അവർ വിഷമിക്കും. പക്ഷേ സത്യം എത്ര കാലം മറച്ചു വയ്ക്കുവാൻ കഴിയും? അവൻ്റെ മനസ്സിൽ പറഞ്ഞു. കാലം വീണ്ടും മുന്നോട്ട് നീങ്ങി. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ലൈലയുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശമുണ്ടായിരുന്നു. അവൾ പതുക്കെ സൈനബയുടെ അടുത്തേക്ക് വന്നു. കണ്ണുകളിൽ നാണവും സന്തോഷവും കലർന്നിരുന്നു. ഉമ്മ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. സൈനയുടെ ഹൃദയം കുലുങ്ങി. ഉമ്മ, ഞാൻ ഗർഭിണിയാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഉടനെ ലൈലയെ ചേർത്ത് പിടിച്ചു. അള്ളാഹുവേ, എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. അവളുടെ ശബ്ദം വിറച്ചു. വീട് മുഴുവൻ സന്തോഷത്തിൽ മുഴുങ്ങി. പക്ഷേ ആ സന്തോഷം മുനീറിന് ഉണ്ടായിരുന്നില്ല. അവനപ്പോഴും അവൻ്റെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞ ആ വാക്കുകളായിരുന്നു. ഇതെങ്ങനെ നടക്കും? ഡോക്ടർ തീർത്തും പറഞ്ഞല്ലോ എനിക്കൊരു ഉപ്പയാകുവാൻ പറ്റുകയില്ല എന്ന്. പിന്നെ എങ്ങനെ ലൈല ഗർഭിണിയായി? അവൻ മനസ്സിൽ ഇത് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. മാസങ്ങൾ കടന്നു. ഒരിക്കലും ലൈലയെ മുനീറിന് നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുവാനോ ഒന്നിനും തന്നെ കഴിഞ്ഞില്ല. മുനീറിൻ്റെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞ ആ വാക്കുകൾ മാത്രമായിരുന്നു. മാസങ്ങൾ കടന്നു പോയപ്പോൾ ഒരു ദിവസം ദേഷ്യത്തോടെ തന്നെ മുനീർ ലൈലയോട് ചോദിച്ചു, ലൈല, എനിക്ക് ഉറപ്പുണ്ട് നിന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞ് എൻ്റേതല്ല. ലൈല ഒരു നിമിഷം ഞെട്ടി. എന്താണ് നീ ഈ പറയുന്നത്? മുനീർ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു, അതെ, എനിക്ക് ഉറപ്പാണ് ഈ കുഞ്ഞ് എൻ്റേതല്ല. നീ 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 എന്നോട് തെറ്റ് ചെയ്തു. ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെല്ലാം കേട്ടു നിന്ന് സൈനബ മോനോട് ഉറക്കെ തന്നെ നിറകണ്ണുകളുമായി ചോദിച്ചു, മോനെ, നീ എന്താണ് പറയുന്നത്? ലൈല അങ്ങനെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല. പക്ഷേ മുനീബ് കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല. ഇനി ഈ വീട്ടിൽ ഇവൾ താമസിക്കരുത്. ആ വാക്കുകൾ വീട്ടിലെ ശാന്തത തകർത്തു. ലൈല കരഞ്ഞുകൊണ്ട് സൈനബയെ നോക്കി. ഒരു നിമിഷം സൈനബ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മോളെ എന്ന് പറഞ്ഞ് സൈനബ ഒരു നിമിഷം ലൈലയെ ചേർത്ത് പിടിച്ചു. പക്ഷേ ലൈല ഉടനെ തന്നെ ബാഗുമായി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി. ഒരു കൈ വയറ്റിൽ വെച്ച് മറുകൈ കണ്ണുനീർ തുടച്ച് ഓരോ പടിയും അവളുടെ ഹൃദയം തകർന്നുകൊണ്ടേയിരുന്നു. പിന്നിൽ സൈനബ കരഞ്ഞുകൊണ്ട് നിന്നു. അള്ളാഹുവേ, ഇതെന്ത് പരീക്ഷണം! വാതിലടഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് ചിതറിപ്പോയ അവസ്ഥ. അങ്ങനെ മാസങ്ങൾ വീണ്ടും കടന്നുപോയി. വീട് നിശബ്ദമായി. സൈനബയുടെ ചിരി മങ്ങിപ്പോയി. മുനീർ ഒരാളായി മാറി, പുറത്തേക്ക് ശക്തൻ, ഉള്ളിൽ തകർന്നവൻ. ലൈല ഇല്ലാതെ ഓരോ ദിവസം അവളുടെ ഓർമ്മകൾ അവനെ പിന്തുടർന്നു. ഒരു ദിവസം അവൻ പഴയ ഫയലുകൾ തുറന്നു നോക്കുകയായിരുന്നു. അവിടെ ആശുപത്രിയുടെ റിപ്പോർട്ട് വീണ്ടും അവൻ്റെ കണ്ണിൽപ്പെട്ടു. അവനത് വീണ്ടും ശ്രദ്ധയോട് വായിച്ചു. ഒരു നിമിഷം അവൻ്റെ ഹൃദയം നിർന്നതുപോലെ തോന്നി. റിപ്പോർട്ടിൽ അത് അവൻ്റേതല്ലായിരുന്നു. അത് മറ്റൊരു യുവാവിൻ്റെ പേരായിരുന്നു ആ റിപ്പോർട്ടിൽ. ഒരു നിമിഷം അവൻ്റെ കൈകൾ വിറച്ചു. ഇത് എങ്ങനെ? അവനുടനെ ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ ഫയൽ പരിശോധിച്ചു. പിന്നീട് പതുക്കെ പറഞ്ഞു, ക്ഷമിക്കണം, ഒരു പിഴവ് സംഭവിച്ചു. ഈ റിപ്പോർട്ട് നിങ്ങളുടേതല്ല, ഇത് മറ്റൊരാളുടേതാണ്. ആ വാക്കുകൾ മുനീറിൻ്റെ ഉള്ളം തകർത്തു. അപ്പോൾ അവൻ വിറച്ചുകൊണ്ട് ചോദിച്ചു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ലേ? ഉടനെ തന്നെ ഡോക്ടർ അവനോട് പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ റിപ്പോർട്ടിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരു നിമിഷം ലോകം മുഴുവൻ അവൻ്റെ മുൻപിലിരുന്നു. ലൈലയുടെ കണ്ണുനീർ, അവൾ പറഞ്ഞ ഓരോ വാക്കും. ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല. അവനെല്ലാം അവൻ്റെ മുൻപിൽ ജീവിച്ചു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ ഉറക്കെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. എൻ്റെ കുഞ്ഞി, അത് ലൈലയുടെ വയറ്റിലുള്ള കുഞ്ഞി എൻ്റെ തന്നെയായിരുന്നു. മുനീർ വീട്ടിൽ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം സൈനബയോട് പറഞ്ഞു. പക്ഷേ കാര്യം ആരെയും കാത്തു നിൽക്കുകയില്ല. ഏറെ വൈകാതെ തന്നെ ലൈല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അവർ അങ്ങനെ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. വാതിൽക്കൽ നിന്നു അകത്ത് കിടക്കുന്ന ലൈലയെ നോക്കി. അവളുടെ കയ്യിൽ ചെറിയ കുഞ്ഞ്. ആ കാഴ്ച മുനീറിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവർ പതുക്കെ അടുത്തേക്ക് നടന്നു. പക്ഷേ ലൈല മുഖം തിരിച്ചു. സൈനബ അവളെ ചേർത്ത് പിടിച്ചു. മോളെ എന്ന് ഉറക്കെ വിളിച്ചു. ലൈല ഒന്നും പറഞ്ഞില്ല. കണ്ണുകൾ മാത്രം നിശബ്ദമായി നിറഞ്ഞു. കുഞ്ഞു കരഞ്ഞു. സൈനബ കുഞ്ഞിനെ എടുത്തു. ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചു. എൻ്റെ പേരക്കുഞ്ഞി. മുനീർ ഇതെല്ലാം നോക്കി അവിടെ തന്നെ നിന്നു. അവൻ്റെ സ്വന്തം കുഞ്ഞ്, പക്ഷേ അവൻ്റെ കൈകളിലില്ല. പിന്നീട് ഡിസ്ചാർജ് ചെയ്തു. ലൈലയെ സൈനബയും മുജീബും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട് വീണ്ടും നിറഞ്ഞു. പക്ഷേ പഴയ സന്തോഷമില്ലായിരുന്നു. ലൈല തൻ്റെ മുറിയിൽ കുഞ്ഞിനൊപ്പം മാത്രം. മുനീർ പലവട്ടം ശ്രമിച്ചു. ലൈല ഒന്ന് സംസാരിക്കുമോ? എന്നോട് ക്ഷമിക്കണം. പക്ഷേ ലൈല നിശബ്ദമായി നിന്നു. അവൻ കുഞ്ഞിനെ എടുക്കുവാൻ കൈനീട്ടുമ്പോൾ പോലും ലൈല പതുക്കെ പിൻവാങ്ങും. ഇത് എൻ്റെ കുഞ്ഞ് മാത്രമാണ്, അവൾ നിശബ്ദതയോടെ അവനോട് പറഞ്ഞു.
ആ നിമിഷങ്ങൾ മുനീറിന്റെ ഹൃദയം തകർത്തു. രാത്രികൾ അവൻ ഒറ്റയ്ക്കിരിക്കും, കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ. പക്ഷേ അടുത്തേക്ക് പോകുവാൻ അവനാകില്ല. ഞാൻ തന്നെയാണ് എൻ്റെ സന്തോഷം നശിപ്പിച്ചത്, അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ്റെ പശ്ചാത്താപം ദിനം പ്രതി വളർന്നു. ഭക്ഷണം പോലും കഴിക്കുവാൻ മനസ്സിന് പറ്റിയില്ല. ഉറക്കം പോലും നഷ്ടമായി. ലൈല ഇതെല്ലാം കണ്ടു. പക്ഷേ ഒരിക്കലും അവളുടെ മനസ്സ് അലിഞ്ഞില്ല. അവൾ കുഞ്ഞിനെ ഒരിക്കൽ പോലും മുനീറിന്റെ കയ്യിൽ കൊടുത്തില്ല. സൈനബ എല്ലാം കണ്ടു. ഒരു വശത്ത് വേദനിച്ച മരുമകൾ, മറുവശത്ത് തകർന്ന മകൻ. അള്ളാഹേ, ഈ കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കണേ എന്ന് മാത്രമായിരുന്നു സൈനബയുടെ പ്രാർത്ഥന. ലൈലയുടെ മൗനം മുനീർ ശിക്ഷയായി മാറി. ദിവസങ്ങൾ കടന്നുപോയി. മൗനം ഇപ്പോഴും ആ വീട്ടിൽ ഭാരമായി നിന്നു. പക്ഷേ മുനീർ ഇനി മിണ്ടാതിരിക്കാനായില്ല. ഒരു ദിവസം അവൻ ധൈര്യപ്പെട്ട് ലൈലയുടെ മുൻപിൽ നിന്നു. കണ്ണുകളിൽ കണ്ണുനീർ, ശബ്ദത്തിൽ വിറയൽ. ലൈല, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡോക്ടറുടെ തെറ്റായ റിപ്പോർട്ടും അതിൽ അവൻ തെറ്റിദ്ധരിച്ചതും, എല്ലാ കാര്യങ്ങളും, ആശുപത്രിയിലെ പിഴവ്, താൻ ചെയ്ത അന്യായം. ഞാൻ നിന്നെ വിശ്വസിച്ചില്ല. നിനക്ക് ഞാൻ നൽകിയ വേദന എനിക്കൊരിക്കലും ക്ഷമയില്ല. അവൻ്റെ ശബ്ദം വിറച്ചിരുന്നു. എന്നാൽ നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ വീണ്ടും നല്ലൊരു മനുഷ്യനാകാം. എനിക്ക് തെറ്റുപറ്റി. ആ നിമിഷം വീട് മുഴുവൻ നിശബ്ദമായി. ലൈല ഒരു നിമിഷം അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ സത്യമായ പശ്ചാത്താപം കണ്ടു. അവൾ അനുഭവിച്ച വേദന അവൻ ഇപ്പോൾ അനുഭവിക്കുന്നത് കണ്ടു. ചില നിമിഷങ്ങൾ ശാന്തമായ നിശബ്ദത. പിന്നീട് ലൈല പതുക്കെ കുഞ്ഞിനെ എടുത്തു. മുനീറിൻ്റെ മുൻപിലേക്ക് നീട്ടി. ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ്. മുനീറിൻ്റെ കൈകൾ വിറച്ചു. അവൻ കുഞ്ഞിനെ എടുത്തു. കണ്ണുനീർ അവൻ്റെ കവിളിലൂടെ ഒഴുകി. എൻ്റെ കുഞ്ഞി. ആ നിമിഷം ലൈല മുന്നോട്ട് വന്നു. മുനീറിനെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ. പക്ഷേ അത് വേദനയുടെയല്ല, ക്ഷമയുടെ കണ്ണുനീറായിരുന്നു. ഇനി ഒരിക്കലും എന്നെ സംശയിക്കരുത്, അവൾ പതുക്കെ പറഞ്ഞു. ഒരിക്കലുമില്ല, മുനീർ ഉറച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അവരെ കണ്ടുനിന്ന് സൈനബ കണ്ണുനീർ നിറഞ്ഞു. കൈകൾ ഉയർത്തി അവൾ പ്രാർത്ഥിച്ചു. അല്ലാഹുവേ നന്ദി. വീണ്ടും വീട് നിറഞ്ഞു. സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, സന്തോഷത്തോടെ. ആ ചെറു കുഞ്ഞിൻ്റെ ചിരി ആ വീടിൻ്റെ പുതിയ സംഗീതമായി. വിശ്വാസം തകരുമ്പോൾ ബന്ധങ്ങൾ തകരും. പക്ഷെ സ്നേഹം സത്യമായ ക്ഷമ അതിനെ വീണ്ടും കൊണ്ടുവരും. അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു കഥ.